അടിപൊളി ലുക്ക്. ഈ വണ്ടി പണ്ടേ മാറ്റി വേറെ വണ്ടി എടുക്കണമെന്ന് ഞാൻ പാപ്പനോട് പറഞ്ഞതാ, കേട്ടില്ല. ഇപ്പൊ ഇതാ പഞ്ചറായിട്ട് പഞ്ചർ ഒട്ടിക്കാൻ വേണ്ടി ട്യൂബ് ഊരിയിട്ട് പോയേക്കാം പുള്ളിക്കാരൻ. മനുഷ്യനാങ്ക് വിശന്നിട്ടും വയ്യ. എവിടെ എത്തിയോ ആവോ. ഫോണിൽ വിളിക്കണ്ട, നേരിട്ട് വിളിക്കാം. എന്നാലൊരു പഞ്ചുണ്ടാവും എൻട്രിക്ക്. ഇല്ലെങ്കിൽ പാപ്പ വഴക്ക് പറയും. ഷാജി പാപ്പ എന്നടാവേ എവിടെ എന്ത് പാപ്പ എവിടെ? പാപ്പോ? വിശന്നിട്ട് വയ്യ, അതല്ലേ ഞാൻ വിളിച്ചു വന്ന ഷാജി പാപ്പന്ന്. ഞാൻ കേട്ടത് ഷാജി പാപ്പോന്നാണ്. അതാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. ആണോ? നീ ഒന്ന് മാറി നിന്ന് ഞാനൊന്ന് ഇറങ്ങട്ടെ. അല്ല, ഇതെന്ത് ഇങ്ങനെയൊക്കെ ഇറങ്ങുന്നത്? ലൂസ് മോഷൻ. അയ്യേ, ഇംഗ്ലീഷ് അറിയില്ലെന്ന് ആൾക്കാരെ കൊണ്ട് പറയിപ്പിക്കല്ലേ. ഇതിന് പറയും സ്ലോ മോഷൻ, അങ്ങനെ പറയണം. എടാ അതൊക്കെ എനിക്കറിയാ. ലൂസ് മോഷൻ കൊണ്ടാണ് ഇറങ്ങല് സ്ലോ മോഷനിലായി പോയത്. അങ്ങനെ ഇറങ്ങിയതാണല്ലേ? അതെ. എന്ത് പറ്റി? നടുവേദനയാണല്ലോ എനിക്ക്. നടുവേദനക്കുള്ള ഒറ്റമൂലി കഴിച്ചതാ. ഒരു രക്ഷയില്ലാത്ത ലൂസ് മോഷൻ. നീലക്കോട് വേലിയാ? ഏത് വേലിയാണോ അത് കഴിച്ച പിന്നെ എനിക്ക് കൊടുക്കത്ത വയ്യ വേലിയാണാവേ. അല്ല നീ അറക്കലബു തന്നെയല്ലേ? അതെന്താണ് ആദ്യമായിട്ട് കാണുന്ന പോലെ ഒരു സംശയം. എന്റെ ഫിഗറിന് മൊത്തത്തിൽ ഒരു വ്യത്യാസം. ആകെ ഒന്ന് പൊക്കം കുറഞ്ഞു. ഞാൻ എന്തെങ്കിലും ഷാജി പാപ്പിന്റെ മുകളിൽ നിന്നിട്ടുണ്ടോ? ഇല്ല. അതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് പിടിച്ചതാ. അതെ, എത്ര നാളായി ഞാൻ പറയുന്നു ഈ വണ്ടി മാറ്റണമെന്ന്. എടാ പഞ്ചറായി കിടക്കണ വണ്ടി ഇവിടെ നിന്ന് എങ്ങനെ എടുത്ത് മാറ്റാനാടാ? പഞ്ചർ ഒട്ടിക്കട്ടെ, എന്നിട്ട് നമുക്ക് എടുത്ത് മാറ്റാം. വണ്ടി ഇവിടുന്ന് എടുത്ത് മാറ്റാൻ പറഞ്ഞല്ല, പിന്നെ ഈ വണ്ടി മാറ്റിയിട്ട് നമുക്ക് ഓടി വാങ്ങിയാലോ? എടാ ഓടിയായാലും നടന്നായാലും നമ്മൾ ഒരുപാട് മേടിച്ചു കൂട്ടണ്ട. ഇനി എന്തിനാടാ വേറൊരെണ്ണം? ഓ, ഇങ്ങനത്തെ വിടലുകാരനാ ഭാര്യ ഇട്ടേച്ച് പോയത്. എന്റെ ഭാര്യ ഇട്ടേച്ചു പോയത് അതുകൊണ്ടൊന്നുമല്ല. പിന്നെ എന്റെ നടുവേന കാരണം എന്റെ പേര് എന്നെ ഇട്ടേച്ചു പോയത്. ആണാ? എന്താ നടുവേന വരാൻ കാരണം എന്താ? പേര് എന്റെ നടുവിനിട്ടി ഒട്ടി, അത് തന്നെ കാരണം. അയ്യോ, അതെന്തിന്? എടാ എന്റെ വീട്ടിൽ ഒരു ഗുണമില്ലാതെ ഇരിക്കുന്ന വീടിന്റെ ആധാരം അതവിടെ ഇരുന്ന് ചെതലരിക്കണ്ടല്ലാന്ന് എഴുതി ഞാനെടുത്ത് ബാങ്ക് ലോക്കറിൽ വെച്ച്. അത് നമുക്ക് ഇഷ്ടമായില്ല. അവൾ എന്റെ നടു ചവിട്ടി ഓടിച്ചതാവേ. അങ്ങനെയാണല്ലോ നടു ചവിട്ടി ഓടിച്ചത്. അതെ അതെ. ഇതേതാടാ വേറൊരു എൻട്രി? അത് ഒച്ചകെട്ടിട്ടും രൂപഭാവങ്ങൾ വെച്ച് ഒരു പെണ്ണാണെന്നാ തോന്നുന്നേ. അയ്യോ ഭയങ്കര ബുദ്ധിയാട്ടോ നിനക്ക്. അവിടെ നിൽക്ക്. ആരാണ് മനസ്സിലായില്ല? ഞാൻ ഷാജി പാപ്പന്റെ വലിയൊരു ഫാനാ. ഫാനാണ്? എന്താ ഇവിടെ കിടന്ന് കറങ്ങ്, ഇവിടെ ഭയങ്കര ചൂടാ. കുസൃതി വിട്. ഞാൻ പാപ്പന്റെ വലിയൊരു ആരാധികയോ. ആരാധികേ? നീ എന്ത് കണ്ടിട്ടാണ് മോളെ എന്നെ ആരാധിക്കണത്? അതെന്താന്നറിയോ? ഷാജി പാപ്പൻ പല സ്ഥലത്തും വടംവലിയിൽ കിടന്ന് മെഴുകുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. പിന്നെണ്ടല്ലോ പാപ്പന്റെ ഈ മുണ്ട് സൂപ്പർ ഹിറ്റാ. അകത്ത് കറുപ്പ് പുറത്ത് ചുമപ്പ്. അതിന്റെ ഗുട്ടൻസ് എന്താ? ചോമ്പ് എടുത്തുകൊണ്ട് പാർട്ടിയുടെ പ്രകടനത്തിന് പോവാം. അതെ, ഇതങ്ങോട്ട് മടക്കി കുത്തി കഴിഞ്ഞാല് പ്രതിഷേധ പ്രകടനത്തിനും പോകാം. രണ്ടുണ്ട് ഗുണം. 2 in 1. അത് ഈ ഇന്നർ മീനിങ് പറയുമ്പോ മ്യൂട്ട് ചെയ്യുന്നതല്ലേ അത്? എന്ത്? അയ്യോ ഞാൻ 2 എന്നാ പറഞ്ഞത്, അല്ലാണ്ട് 2 എന്നല്ല പറഞ്ഞത്. ആവശ്യമില്ലാത്തതൊക്കെ തെറ്റിദ്ധരിക്കല്ലേ വെച്ചേ. ഈ ഷാജി പാപ്പൻ എവിടെ പോകുന്നില്ലേ? ഈ പ്രകടനവും പ്രതിഷേധ പ്രകടനമൊക്കെ പറഞ്ഞല്ലോ, പക്ഷെ എവിടെയും പോവാൻ പുള്ളിക്ക് പറ്റൂല. അതെന്താ? നടുവേദന. എന്റെ ഷാജി പാപ്പന് നടുവേദനയോ? എന്റെ അപ്പൻ നല്ല തടവുകാരനാ. അപ്പനോട് വരാൻ പറഞ്ഞാൽ എന്നെ ഒന്ന് മാന്യമായിട്ട് തടകിട്ട് റെഡിയാക്കി തരാൻ പറ. അപ്പൻ ഇപ്പൊ തടവാൻ പറ്റത്തില്ല. അതെന്താ? അപ്പൻ തടവില്ല.